ഹലോ മക്കളെ, നിങ്ങളുടെ SSLC IT പ്രാക്ടിക്കൽ എക്സാമിന് 5ാമത്തെ ചാപ്റ്റർ എന്ത് ക്വസ്റ്റൻ ആണ് വരുന്നതെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. പ്രാക്ടിക്കൽ സിമ്പിളായിട്ട് ചെയ്തുതരാനെല്ലാം പറഞ്ഞുതരാം. ഈ ചാപ്റ്റർ നമുക്ക് വെബ്സൈറ്റിനെ പറ്റിയിട്ട് മേക്ക് വെബ് ലുക്ക് സ്റ്റൈലിഷ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ HTML ആണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഈ കാണുന്ന 2 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിലെന്താണ് രണ്ട് കോൺസെപ്റ്റ് ഉള്ളൂ. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു വെബ്സൈറ്റ് തരും, ഒരു ഓൾറെഡി HTML ആണ്, നിങ്ങളോട് കളർഫുൾ ആക്കാൻ പറയും. ഓക്കെ, ഹിൻറ്റും തരും. അല്ലെങ്കിൽ നിങ്ങളോട് CSS ലിങ്ക് ചെയ്യാൻ പറയും, എക്സ്റ്റേണലി CSS ലിങ്ക് ചെയ്യാൻ പറയും. ഈ 2 കോൺസെപ്റ്റ് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ HTML ഫുൾ ഫോം എന്താ നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ കമൻസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് ഈ 2 ക്വസ്റ്റ്യൻ അല്ല കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം, കാണണം താല്പര്യമുള്ളവർ, ഇത്രയുള്ള മക്കളെ, കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഈ സെയിം ടോപ്പിക് പഴയ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും സെയിം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു പ്രാക്ടിക്കലും തിയറിയിലൊക്കെ. അപ്പം HTML 1 2 3 4 5 6 ഇവിടെ 6 ചോദ്യം ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഡു ചെക്കൗട്ട്. ഓക്കെ, ആ സെയിം കോൺസെപ്റ്റ് ആണ്. കുറേ പ്രാക്ടീസ് ചെയ്യാൻ കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണും. അതും പോരാതെ അതിന് മുമ്പത്തെ വർഷം ഞാൻ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി കഴിഞ്ഞ വർഷം തന്നെ മോഡലിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഈ എങ്ങനെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാധനം കളർ ആക്കുന്നതെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതാണ് വരാൻ പോകുന്നത്. അപ്പം അത് കാര്യം മറക്കട്ടെ. പിന്നെ നമ്മുടെ എക്സാമിനർ SSLC ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ടത് ഇപ്പോൾ ഓഫർ ഉണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കാം. ഓക്കെ, കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഈ പ്രാവശ്യം വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ. വെബ് പേജ് നെയിം കേരള ടൂറിസം റിലേറ്റഡ് ടു കേരള ബ്ലബ് എക്സാം ഡോക്യുമെൻറ്റ്സിലുണ്ട്. ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഹോമിലേക്ക് പോവുക. നിങ്ങളുടെ ഹോമിലേക്ക് പോവുക, ഹോമിൽ എക്സാം ഡോക്യുമെൻറ്റ്സിൽ പോവുക. അതിൽ കേരള ടൂറിസം ഉണ്ട്. ഓക്കെ, സന്തോഷം. ഇനി എന്താ ചെയ്യേണ്ടത്? ഓപ്പൺ കേരള ടൂറിസം ഇൻ ടെക്സ്റ്റ് എഡിറ്റർ. ആദ്യം കേരള ടൂറിസം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഓപ്പൺ ചെയ്യുന്നു. പ്ലെയിൻ വെബ്സൈറ്റ് അല്ലേ, പ്ലെയിൻ വെബ്സൈറ്റ്. നമ്മുടെ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയാണോ? അല്ല, ഫോട്ടോയിൽ കാണുന്ന പോലെയേ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അവനെ ക്ലോസ് ചെയ്യുന്നു. നമുക്ക് കളറൊക്കെ ആഡ് ചെയ്യാൻ കുറച്ച് പണിയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അവനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്താൽ HTML വെബ്സൈറ്റിൽ ഓപ്പൺ ആവും, നമ്മുടെ വെബ് ബ്രൗസറിൽ. ഓക്കെ, ഇപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യണം, ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ കൊടുക്കണം, ടെക്സ്റ്റ് എഡിറ്റർ. നമുക്ക് ഇതിൻ്റെ കോഡ് എഡിറ്റ് ചെയ്യാൻ ടെക്സ്റ്റ് എഡിറ്റർ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നമ്മുടെ HTML ഹെഡ് ഉണ്ട്, ഹെഡ്രസ് ഉണ്ട്, സ്റ്റൈൽസ് ഉണ്ട്, ബോഡി, H1 H2 പാരഗ്രാഫ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആയിക്കോട്ടെ, ഇനി ഇതാണ് നമ്മുടെ താഴെ കോഡ്. നമ്മുടെ കണ്ടന്റ് ഇവിടെയാണ് വരുന്നത്. ഇനി ഇങ്ങോട്ടേക്ക് വരാം. Give white color to the main heading of Kerala tourism and grey color to its background. ഓക്കെ, ഗ്രേൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോ. അപ്പോൾ നമുക്ക് ഈ കേരള ടൂറിസത്തിന് ഗ്രേ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളർ വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കോഡിലേക്ക് പോകാം. കോഡ് ഇവിടെ പോയതാ. മനസ്സിലാക്കേണ്ട, കേരള ടൂറിസം എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് H1 ഹെഡറിൻ്റെ ഉള്ളിൽ വരുന്നത് H1. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഹെഡർ H1. ഓക്കെ, അപ്പോൾ ഇവിടെ കളർ ഗ്രേയോ ബ്ലാക്കോ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ എവിടെയാണ് H1ൻ്റെ ഫുൾ സ്റ്റൈൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. H1 മൊത്തം എവിടെയാണ്, H1നെ പറ്റിയിട്ട് മൊത്തം ഇവിടെ ഉണ്ട്. അപ്പോൾ H1 നമ്മൾ എന്താ ചെയ്യേണ്ടത്, കളർ മാറ്റിയിട്ട് H1ലെ എഴുത്തിൻ്റെ കളർ, ഫോണ്ട് കളർ എന്നാണ് വൈറ്റ് ആക്കണം. ബ്ലാക്ക് മാറ്റിയിട്ട് വൈറ്റ് ആക്കി. ഫോണ്ട് സൈസ് മാറ്റണ്ട, സെൻറ്റർ ലൈൻ മാറ്റണ്ട, ഫോണ്ട് ഫാമിലി മാറ്റണ്ട, കളർ മാറ്റണം. ബാക്ക്ഗ്രൗണ്ട് കളർ എന്താ, ഗ്രേ, GRAY. ഓക്കെ, ഇത് ഇപ്പം തന്നെ ഞാൻ സേവ് ചെയ്തൊന്ന് കാണിച്ചിരുന്നത് സംഭവിച്ചതെന്ന്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇവനെ ഓപ്പൺ ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പം തന്നെ അത് മാറി, കണ്ടോ, ബ്ലാക്ക് മാറിയിട്ട് വൈറ്റായി, ബാക്ക്ഗ്രൗണ്ട് ഗ്രേ വന്നു. ഇത് H1 ഹെഡറിന് മാത്രം പറ്റി. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ടെക്സ്റ്റ് എഡിറ്റർ വെച്ചിട്ട് അങ്ങനെ ഒരു സ്റ്റെപ്പ് ചെയ്താൽ അത് കഴിഞ്ഞു. ഇനി എന്താ പറയുന്നത്, ഗിവ് വൈറ്റ് കളർ ടു ദ മെയിൻ ഹെഡിങ് ആൻഡ് ഗ്രേ കളർ കഴിഞ്ഞു. ഗിവ് റെഡ് കളർ ടു ഓൾ സബ് ഹെഡിങ്സ്. എന്താ ഈ സബ് ഹെഡിങ്? അബൌട്ട് കേരള ടൂറിസം, ബാക്ക്വേർഡ് ആ സാധനം. ഓക്കെ, അപ്പോൾ അത് ഏതാ വരുന്നത്? H1 അല്ല, H2 എന്ന് പറയുമ്പോൾ അബൌട്ട് കേരള, ബാക്ക്വാട്ടേഴ്സ് ഓഫ് കേരള. അപ്പോൾ H2 ആണ് സബ് ഹെഡിങ്സ്. അപ്പോൾ H2 എടുത്ത ഇതാണ് H2ൻ്റെ ആകെ ചെയ്യാൻ പറഞ്ഞത് അവരെ റെഡ് ആക്കണം. ഗീവ് റെഡ് കളർ ടു സബ് ഹെഡിങ്സ്. അപ്പോൾ അവനെ റെഡ് കൊടുക്കുക, ബ്ലാക്ക് മാറ്റി റെഡ് ആക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. ഇനി ഗീവ് യെല്ലോ കളർ ടു ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ വെബ് പേജ് മൊത്തം ബാക്ക്ഗ്രൗണ്ട് യെല്ലോ ആക്കണം. അപ്പം H1ൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറാണ് ഇവിടെ ഉണ്ട്, H2ൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ആണെങ്കിൽ ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ആഡ് ചെയ്യാം. പാരഗ്രാഫിൻ്റെ അല്ല, നമ്മളോട് പറഞ്ഞത് ബോഡിക്ക് മൊത്തമായിട്ട് കൊടുക്കണം. അപ്പോൾ സ്റ്റൈലിൽ ബോഡി ആദ്യം കണ്ടോ, ഇതാണ് ബോഡി, വെബ്സൈറ്റിൻ്റെ മൊത്തം ബോഡി. അതിൽ മാർജിൻ ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, പാഡിങ് ഉണ്ട്. നമുക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് മാറ്റിയിട്ട് യെല്ലോ. കഴിഞ്ഞു. ഇനി സേവ് കൊടുക്കുക. ഓക്കെ, സേവ് കൊടുക്കുക. എന്നിട്ട് ഞാൻ എന്താ ഡബിൾ ക്ലിക്ക് ഓപ്പൺ ചെയ്യട്ടെ. യെസ്, നമുക്ക് ഫോട്ടോ കാണിച്ച സാധനം. ഇനി ഇത് സേവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? കഴിഞ്ഞില്ല, ഇത് നമ്മൾ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അവിടെയൊക്കെ സേവ് ചെയ്യാൻ പാടില്ലായിരുന്നു ടെക്സ്റ്റ് എഡിറ്ററിൽ, കാരണം നിങ്ങൾ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ എഡിറ്റ് ചെയ്തത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവിടെ സേവ് ചെയ്തതിന് പകരം നിങ്ങൾ ആ സാധനം ഓപ്പൺ ചെയ്തു. ഇവിടെ പോയി ഓപ്പൺ ആയോ? ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ആണെന്ന് പറയുന്നതാ. ഇവരെ നിങ്ങൾ സേവ് ആസ് കൊടുക്കുക. ഇവിടെ നിൽക്കുക, സേവ് ആസ് കൊടുക്കുക. നിങ്ങൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്, ഹോമിൽ പോവുക, എക്സാം 10ൽ പോവുക, റോൾ നമ്പർ _8086_ എത്രാമത്തെ ക്വസ്റ്റ്യൻ അത്? കുറേ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നു. ഇവിടെ 8086_5 5ാമത്തെ ക്വസ്റ്റ്യൻ .html. ഓക്കെ, ഇങ്ങനെ സേവ് ചെയ്യുക. അത് അവിടെ പോയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഹോമിൽ പോവുക,
ഹോം എടുത്തു, എക്സാം 10 എടുത്തു. എന്നിട്ട് നിങ്ങൾ ബേസിക്കലി എന്താണ് ഹെഡേഴ്സ് മാറ്റി അതിനനുസരിച്ച് സ്റ്റൈൽ മാറി. സിമ്പിൾ, സെറ്റ്, ഒരു പ്രശ്നമല്ല, അടിപൊളി, ബ്യൂട്ടിഫുൾ. നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ തീർത്തു. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, എൻ്റെ മലയാളം മീഡിയം ഇവിടെ ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ഉള്ളൂ, CSS ലിങ്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഇതിൻ്റെ കൂടുതൽ വെറൈറ്റീസ് വേണമെങ്കിൽ ഈ വീഡിയോ ചെക്കൗട്ട് ചെയ്യുക, QR കോഡ് ഇവിടെ ഉണ്ട്, ഈ വീഡിയോ ചെക്കൗട്ട് ചെയ്യുക. ഇത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൻ്റെ അപ്പുറം നിങ്ങൾ ക്വസ്റ്റ്യൻസ് പഠിക്കണ്ട. നിങ്ങൾ കാണും ഈ സെയിം കോൺസെപ്റ്റ് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, കുറേ ക്വസ്റ്റ്യൻസ് കിട്ടിയുണ്ട്. ഓക്കെ, അത് നമ്മുടെ പബ്ലിക് എക്സാം സെറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ എക്സാമിന് വരിക. ഈ പ്രാവശ്യം നമുക്ക് ഈ 2 എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ചെയ്യാം. Website name index.html related to artificial intelligence is given in the folder AI. ഓക്കെ, അപ്പോൾ ഒരു index.html ഉണ്ട്, ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ഇതുണ്ട്. ഓക്കെ, അതിനെ പറ്റിയിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്, അത് AI ഫോൾഡറിലുണ്ട് എക്സാം 10. അപ്പോൾ നമുക്ക് നോക്കാം. ഹോമിൽ വരുന്നു, എക്സാം 10 വരുന്നു, എക്സാം ഡോക്യുമെൻറ്റ്സിൽ വരുന്നു, AI ഉള്ളിൽ. ഓക്കെ, ഇൻഡെക്സ് നോക്കണേ, ഇൻഡെക്സ് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഇൻഡെക്സ് ഓപ്പൺ ചെയ്തപ്പം ഇത് കാണാൻ ഇതുപോലെ അല്ലല്ലോ, എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് വരുന്നു. ഓക്കെ, ഇനി അവനെ ഓപ്പൺ വിത്തിൻ ടെക്സ്റ്റ് എഡിറ്റർ ഇൻക്ലൂഡഡ് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ്. എടോ ഇവിടെ ഉണ്ട് ഒരു AI.CSS. ഇതിനെ CSS ഫുൾ ഫോം എല്ലാവരും കമൻറ്റ് ചെയ്താൽ. ഇത് സ്റ്റൈൽ ഷീറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ സ്റ്റൈൽ കൊടുക്കുന്നതിന് പകരം പുറത്ത് ഒരു സ്റ്റൈൽ ഷീറ്റ് ഞാൻ കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്, ഫയൽ നെയിം ഡോട്ട് ഇത് നമ്മൾ AI.CSS നമ്മൾ ലിങ്ക് ചെയ്യണം ഈ വെബ്സൈറ്റായിട്ട്. അപ്പോൾ എന്താ ചെയ്യുക, ഇതിന് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ടെക്സ്റ്റ് എഡിറ്റർ വെച്ചിട്ട്. ഇനി ഒരു ലൈൻ ഞാൻ പറയുന്നത് എല്ലാവരും നോട്ട് ചെയ്ത് വെച്ച് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ സ്റ്റൈലുകൾ, ഇതിനുള്ളിൽ ശരിക്കും പറഞ്ഞാൽ കുറേ സ്റ്റൈലുകളുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ അവർ പറയുന്ന സ്റ്റൈൽ നോക്കി. AI.CSS പറയുന്നത് H1 ഇങ്ങനെ വേണം, H2 ഇങ്ങനെ വേണം, H3 ഇങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് കുറേ സ്റ്റൈലുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ അവിടെ പോയി എഡിറ്റ് ചെയ്യരുത്. നമുക്ക് ഈ ഇൻഡെക്സ് ഉണ്ടോ, ഞാൻ ഇൻഡെക്സ് ഫയൽ എടുത്ത് ഇൻഡെക്സിൻ്റെ ഉള്ളിൽ ഞാൻ പറയുകയാണ് ഇവനെ കൊണ്ടുപോയിടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഹെഡർ കണ്ടോ, ഹെഡ് അതിൻ്റെ ഉള്ളിൽ ഒരു പുതിയ സാധനം ഇടണം. എന്താ ചെയ്യേണ്ടത്, ലിങ്ക്. ഓക്കെ, നിങ്ങൾ ഇത് ലെസ് ദാൻ സിമ്പിൾ ഇടുക, ലിങ്ക് സ്പേസ് REL. ഓക്കെ, ഈസ് ഈക്വൽ ടു സൂക്ഷിച്ച് ചെയ്താൽ മതി സ്റ്റൈൽ ഷീറ്റ്. നമ്മൾ എന്താ ലിങ്ക് ചെയ്യുന്നത്, ഒരു സ്റ്റൈൽ ഷീറ്റ്. അതാണ് CSSൻ്റെ SS ഫുൾ ഫോം, സ്റ്റൈൽ ഷീറ്റ്. ഓക്കെ, സ്റ്റൈൽ ഷീറ്റ് ലിങ്ക് ചെയ്തു. ഓക്കെ, ഇനി കോഡ്സ് ക്ലോസ് ചെയ്യുക. ഇതിൽ എന്ത് ടൈപ്പാണ് സ്റ്റൈൽ ഷീറ്റ്, ടൈപ്പ് ഈസ് ഈക്വൽ ടു നിങ്ങൾ ടെക്സ്റ്റ് അല്ലെങ്കിൽ CSS, text/CSS കൊടുക്കുക. അതും കഴിഞ്ഞു. ഇനി href. ഓക്കെ, href. അപ്പോൾ ഫയൽ നെയിം എന്താണെന്ന്, റെഫറൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്, അത് കൊടുക്കുന്നു. എന്താണ് ഫയലിൻ്റെ പേര്, AI.CSS. ഇതിനൊന്നും എവിടേക്ക് ഞാൻ സ്പേസ് ഇടുന്നിട്ട് ക്ലോസ് ചെയ്യണം കേട്ടോ, ടാഗ്. ഓക്കെ, കൊടുത്ത് ലിങ്ക് സ്പേസ് REL ഈസ് ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ് സ്പേസ്, അവിടേക്ക് സ്പേസ് ഉള്ളൂ, ഇവിടെയും ഇവിടേക്ക് ഉള്ളൂ. ഇത് എന്നിട്ട് സേവ് ചെയ്യാൻ വരട്ടെ. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനിവിടെ സേവ് ആസ് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ സേവ് ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യണം, ഹോമിൽ പോകുന്നു, നമ്മുടെ എക്സാം 10 പോകുന്നു. ഞാൻ ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യുന്നത്, 6ാമത്തെ ക്വസ്റ്റ്യൻ, 8086_ 6ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 6ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തു. പക്ഷേ കഴിഞ്ഞില്ല. നിങ്ങളിപ്പം എന്താ സംഭവിക്കുക വെച്ചാൽ, നിങ്ങളിത് പോയി ഓപ്പൺ ചെയ്യുന്നു. നിങ്ങൾ ഹോമിൽ പോയി എക്സാം 10 പോയിട്ട് നിങ്ങൾ ആ 8086 നമ്മുടെ പുതിയ ക്വസ്റ്റ്യൻ ഞാൻ ഓപ്പൺ ചെയ്യാൻ നോക്കിയാൽ പഴയതുപോലെ തന്നെ ഉണ്ടാവും. എന്താ ഇപ്പം നമ്മൾ ലിങ്ക് ചെയ്ത് തെറ്റിപ്പോയാൽ ഇല്ല. നമ്മൾ ഈ ലിങ്ക് ചെയ്ത ഫോൾഡർ, ഓക്കെ, ഇത് ഇവിടെ കൊടുത്തല്ലോ, ഇവിടെ നമ്മൾ കൊടുത്തു. നമ്മൾ കൊടുത്തത് എന്താണ്, AI.CSS. പക്ഷേ ഈ AI.CSS എന്നുള്ള ഫയൽ ഈ ഫോൾഡറിലുണ്ടോ, ഈ വെബ്സൈറ്റിൽ HTML ഉള്ള ഫോൾഡറിൽ ഈ സംഭവം ഉണ്ടോ, ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഹോമിൽ വരുന്നു. എവിടെയായിരുന്നു നമ്മുടെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ നമ്മുടെ AI.CSS ഉണ്ട് അല്ലേ, അത് സെയിം ഫോൾഡറിലുണ്ടോ. അപ്പോൾ ഇവനെ കോപ്പി ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക, ഹോമിൽ എക്സാം 10 പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ അപ്പം അതേ ഫോൾഡറിൽ CSS ഉണ്ടാവേണ്ട ഫോൾഡറിൽ ആ സെയിം ഫോൾഡർ തന്നെ വെബ്സൈറ്റിൻ്റെ ഫോൾഡർ തന്നെ ഇട്ട് കൊടുത്തു. ഇനി ഓപ്പൺ ചെയ്ത് നോക്ക്. ഇനി ഓപ്പൺ ചെയ്യുമ്പം നമ്മുടെ CSS ആക്ടിവേറ്റ് ആയി. ഓക്കെ, ഇനിയിപ്പം എനിക്ക് ആക്ച്വലി എന്താ വെച്ചാൽ ഞാനൊരു വെബ്സൈറ്റ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തന്നതാണ്. എനിക്ക് ആക്ച്വൽ ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു CSS ഉണ്ട്, അപ്പോൾ ഫോട്ടോ കാണുന്ന പോലെ ഒന്നും ആയിരിക്കില്ല. ഓക്കെ, ഇവിടെ ഈ കളർ വൈറ്റ് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഓക്കെ, പക്ഷേ CSS ലിങ്ക് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് CSS ലിങ്ക്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാ കോപ്പി ദ ഫയൽ AI.CSS ടു എക്സാം 10 ബിഫോർ പ്രൊസീഡിങ്. അത് ചെയ്തില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല, വർക്ക് ആവില്ല. അപ്പം എക്സ്റ്റേണൽ CSS അതേ ഫോൾഡറിൽ ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾ കോപ്പി ചെയ്തിട്ട് ഇവിടെ ഒരു കോപ്പി ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് സേവ് ആസ് കൊടുക്കുക, ക്വസ്റ്റ്യൻ നമ്പർ _ ഇത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബേസിക്കലി ഹെഡേഴ്സ് മാറ്റിയിട്ട് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പഠിച്ചു. അതുപോലെ നമ്മൾ എക്സ്റ്റേണൽ CSS ലിങ്കിങ് പഠിച്ചു. ആ ലൈൻ ബൈ ഹാർട്ട് പഠിച്ചു വെച്ചോ കേട്ടോ. ആ ലൈൻ പഠിച്ചു വെച്ചോ. പിന്നെ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണം, ഈ 2 വീഡിയോ ഡെഫിനറ്റ്ലി കാണുക. ഇനി
നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വേണം ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ റോബോട്ടിൻ്റെ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുപോലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പ്രാക്ടിക്കൽ ഇട്ടിട്ടുണ്ട്, അതുപോലെ കുറേ തിയറി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. അടിപൊളിയായി പോയി വിശ്വസിക്കുന്നു. ഏത് ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് വന്നതെന്ന് കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.